സ്വാമി 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 ആ സ്വാമി വന്നല്ലോ. കയറാനന്ദ സ്വാമി, കയറാനന്ദ നമഃ. കയറായ നമഃ, കയറായ നമഃ. ഭക്ത സ്വാമി വരൂ. ആഹാ, അത്ഭുതം, അതിശയം. എത്ര വൃത്തികെട്ട ഒരു കാഴ്ച ഞാൻ കാണുന്നത്. മനോഹരമായ കാഴ്ച. സ്വാമി പഴയ പടങ്ങളൊക്കെ ഒരുപാട് ഇരുന്ന് കാണുന്നുണ്ടല്ലേ? അല്ല, ഈ റോപ്പിൽ വന്നു ചോദിച്ചത്. ഓം ക്രീം ഭൂം. എന്താ സ്വാമി, ഭസ്മത്തിനൊരു ചുണ്ണാമ്പിന്റെ മണം. സ്വാമി, സ്വാമിയുടെ പുറയില് വെളിച്ചം കാണുന്നുണ്ടോ? അല്ല, വെളിച്ചത്തിലൂടെ ഒരു പെണ്ണ് ഓടുന്ന കണ്ടു. അത് കാണാതിരിക്കാണ് ഭസ്മം ഊതിയത്. എന്നിട്ടും അവൻ കണ്ടുപിടിച്ചു. ആരാ നീ? എന്താ കാര്യം? എന്താ സ്വാമി മറന്നുപോയോ? കഴിഞ്ഞ ആഴ്ച കാമസൂത്ര ചരട് ചോദിച്ചു വന്നില്ലേ? ചരട് ചരട്. സ്വാമി എനിക്കിത് തരാന്ന് പറഞ്ഞിരുന്നു. അവനാണോ നീ? എന്താ സ്വാമി സ്വാമിയുടെ കയ്യിൽ നിന്ന് അഴിച്ചു തരുന്നേ? ഞാൻ എന്ത് കൊടുത്താലും ടെസ്റ്റ് ചെയ്ത് കൊടുക്കൂ. ഇതിന്റെ ടെസ്റ്റ് ഓക്കെ, ഞാൻ ഗ്യാരണ്ടി. സ്വാമി, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ ഭയങ്കര പേടിത്തൊണ്ടതാ. അവനെ ധൈര്യശാലിയാക്കാൻ ഒരു മന്ത്രചരട് തരും. നോക്കിയേ, 100, 200 ശ്രദ്ധിച്ചു കേട്ടോ. നീല മറ്റേതിന്, മഞ്ഞ ധൈര്യത്തിന്. മഞ്ഞ ധൈര്യത്തിന്, നീല അത് മറ്റേതിന്. സ്വാമി, ഇത്തവണ നീല ചരട് കൊണ്ടുപോയി ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരട്ടെ. ഓൾറെഡി 2 ചരട് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. നീ പോവാൻ നോക്ക്. വല്ലാതെ ക്ഷീണിച്ച് കാണുമെന്ന് വിചാരിച്ചിട്ടാ. ആ പേടി നിനക്ക് വേണ്ട. ദിവസവും ബദാമും പിസ്തയായിട്ട് പാല് കുടിക്കുന്നുണ്ട്. നന്നായിട്ട് പിടിച്ചോളെ. അയ്യോ, സൈക്കിൾ താഴെ വീണു. അത് സൈക്കിൾ പോലെ അല്ല ജനനി. അയ്യോ, ഇതെന്റെ ചേട്ടന്റെ സൈക്കിളാ. ഒന്ന് പൊക്കിയേടി. ഭാഗ്യം, സൈക്കിളിന്റെ ടയറിനൊന്നും പറ്റിയില്ല. സൈക്കിളിന്റെ ടയറിനൊന്നും പറ്റില്ലെന്നോ? ഒന്ന് പോടി. സോറി ശ്യാമേ, ഞാൻ അതുവഴി പോകാൻ വേണ്ടി പറഞ്ഞതാ. അതുവഴി പോണോന്ന് പറഞ്ഞല്ലേ? എന്നിട്ട് എങ്ങനെടാ കൃത്യമായിട്ട് നീ എന്റെ മർമ്മസ്ഥാനത്ത് തന്നെ കൊണ്ട് ഇടിച്ചത്? നീ മനഃപൂർവ്വം ഇടിച്ചാണല്ലേ? കാമായിരിക്കുമ്പോ തന്നെ ഇവനെ വിളിച്ചോണ്ട് പോകുന്ന നല്ലത്. വിളിച്ചോണ്ട് പോ. ശരി ജനനി, നീങ്ങി വാ. കിച്ചുവിന് ചരട് വാങ്ങിക്കൊണ്ട് വന്നതാ. ഇതാ എടുത്തോ. ഇതല്ല, ഇതുമല്ല, ഇതുമല്ല. എന്താ സാമ ഇത്? നിനക്കെന്താ ഇത്ര കൺഫ്യൂഷൻ? അവന്റെ ഇടി കൊണ്ടപ്പോ ഞാൻ വല്ലാതങ്ങ് ഷെയ്ക്കായി പോയി. അതാ കൺഫ്യൂഷൻ ആയത്. ഇതാണെന്ന് തോന്നുന്നു. പിടിച്ചേ. അയ്യോ, ഇതല്ല, ഇതാ. ഇതവന്റെ കയ്യില് നല്ല മുറുക്കി അങ്ങ് കെട്ടിക്കോ. പിന്നീട് നോക്കിക്കോ, ജാക്കിച്ചാനെ പോലെ ജമ്പ് ചെയ്ത് അടിക്കോ. വളരെ നന്ദി സാമ. അല്ല, ആ ചരട് എന്തിനാ? ഇതെന്റെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി വാങ്ങിയതാ. പക്ഷേ ഉപയോഗപ്പെടുമെന്ന് തോന്നുന്നില്ല. ആ കുഞ്ചു മണി ആകെ പോയി. എന്താ ഒരു ശബ്ദം? അത് ഞാൻ മ്യൂട്ട് ചെയ്തോളാം. ഒന്ന് പെട്ടെന്ന് വാ. അവിടെ വന്നേ, ഇങ്ങ് വന്നേ. സംഹാരതാണ്ഡവം ആണല്ലേ പറഞ്ഞത്? പിന്നെ ഇവിടെ ജാക്കി ചാന്റെ പടത്തിന്റെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. അതെ, ഇതും അതുപോലൊരു പടവാ. ആ പോസ്റ്റർ നോക്കിക്കേ, ജപ്പാനിൽ സംഹാരതാണ്ഡവം. മലയാള സിനിമയാന്നല്ലേ നീ പറഞ്ഞത്? അതുകൊണ്ടല്ലേ മുത്തശ്ശ സമ്മതിച്ചത്? ഇത് ഒരു മലയാളം പടം പോലെ തന്നെയാ. ജയന് പകരം ജാക്കി ചാൻ അഭിനയിച്ചിരിക്കുന്നത് മാത്രം. ഒന്ന് പെട്ടെന്ന് വാ. എന്തൊരിളക്കം. ഇതാണ് പറ്റിയ സമയം. കണ്ണ് തുറക്ക് മുൻചാരുടെ അങ്ങ് കെട്ടാം.
ഏയ് കിച്ചു, നിനക്ക് എന്താ പറ്റിയേ? പടം തീർന്നിട്ടില്ല. അതെ കൊച്ചെ, ഞങ്ങൾക്ക് സിനിമ ആണ്. അവിടെ ഇരിക്കാം. തന്നെ വെട്ടി വേർത്തു പോയി. അവിടെ ഇരിക്കാം. ബാക്കി പടം കൂടി കാണുന്ന നനഞ്ഞു പോത്തേ ഉള്ളൂ. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നിനക്ക് എന്താടാ പറ്റിയത്? ആ ഒരു കുഴപ്പമില്ലായിരുന്നാണല്ലോ. കിച്ചു, കിച്ചു, മോളു കിച്ചു. ഇവളാ എസ്കേപ്പ്. ഇവനിത് എങ്ങോട്ടാ പോയത്? കിച്ചു. മുകളിൽ ടക്കെന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ഇനി ഒരു പക്ഷെ പെരിച്ചാഴി ഓടുന്നതാണോ? നിക്ക് ശരിയാക്കി തരാങ്ങ. ഇവളെ കൊണ്ട് നീ ഇവിടെ കിടന്ന് കളിക്കുവാണല്ലേ? ഇപ്പൊ നിന്നെ ശരിയാക്കി തരാം. ഇനി നീ രക്ഷപ്പെടുന്ന എനിക്കിന്ന് കാണണം. എടാ പെരിച്ചാഴി. എടാ നീ എവിടെ എടുക്കുവാ? ഒന്നുമില്ല. തൊടലേ. തൊട്ട എന്താ പ്രശ്നമാവും. അതെന്താ കിച്ചു? കാരണം എനിക്കും അറിയില്ലല്ലോ. നീ എന്താ ഇങ്ങനെ വെറുക്കുന്നത്? കിച്ചു, എന്ത് പറ്റി കിച്ചു? അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് അറിയാമോ? ആ ഏണിയെ പിടിച്ചിട്ട് ഞാൻ മുകളിലേക്ക് കയറി ചെന്നപ്പോ ഇവൻ അവിടെ മൂടി പുതച്ച് ഒളിച്ചിരിക്കുമായിരുന്നു. ചോദിച്ചപ്പോ പനിയാണെങ്കിൽ അതുപോലെ ഇരിക്കണ്ടേ? എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ആദ്യം എന്റെ ദേഹത്ത് കൈ വെച്ചു, അതിനുശേഷം എന്റെ ദേഹത്തെ കാലെടുത്ത് വെച്ചു. എന്നിട്ട് ഇവിടെ ഒറ്റയ്ക്ക് FM റേഡിയോ പോലെ വിളംബരം നടത്തുന്നത് ആരെങ്കിലും കേട്ടാലോ? ആരും കേട്ടില്ല, ഞങ്ങളാ കേട്ടോണ്ടിരുന്നത്. ഈ കാമദേവന്റെ ലീലകൾ മുഴുവൻ കേട്ടു. കാമദേവനും അല്ല, ലീലയല്ല, ഏതോ ഒരു നശിച്ച പ്രാന്തൻ ഒരു ചരട് ജപിച്ച് വെള്ളെ കൊടുത്തതാ. ഇവളെ തന്റെ കയ്യിൽ കൊണ്ടുവന്ന് കിട്ടി. എന്നെ ഇവള് വശീകരിച്ചെടുത്താ അമ്മായി. അവള് നിന്നെ വശീകരിക്കാൻ നോക്കിയൊന്നുമല്ല. നീയാണ് അവളുടെ ദേഹത്തെ കൈയെടുത്തിട്ട് തോന്നിയ ദിവസം കാണിച്ചത് അല്ലേ അമ്മായി? വേണ്ടായിരുന്നു. മോളെ ജാനു, അതിനുശേഷം എന്താ നടന്നെന്ന് പറ ജാനു. അയ്യടാ, മുകളിലൊന്നും നടന്നില്ല, താഴെ ഒന്നും നടന്നില്ല. ലോക്ക് വല്ലതും നടന്നിട്ടുണ്ടാവോ? ചെല്ലേ സൈഡിൽ മാറി നിന്ന് നന്നായിട്ട് തിരുമിക്കോ, അല്ലെങ്കിൽ തേങ്ങ പോലെ വീർത്തു വരും. സാമാ നീ ചുമ്മാ ഇരുന്നേ. ഇവിടെ നോക്കു ജാനു, നമ്മൾ കൃഷ്ണ വിഗ്രഹം അങ്ങനെ വന്നത്. പോയി വാങ്ങിക്കാം. എങ്ങോട്ടാ എസ്കേപ്പ് ആവുന്നത്? കൃഷ്ണന്റെ വിഗ്രഹത്തിലൂടെ അല്ലേ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. എങ്ങനെയാടാ നിങ്ങളത് ഉടച്ചത്? അയ്യോ, ഞങ്ങളല്ല തുടച്ചത്. അത് തനിയെ മോളിന്ന് താഴേക്ക് വീണ് ഉടഞ്ഞു പോയതാ. ഓ, അങ്ങനെയാണോ? അതായത് കൃഷ്ണൻ താനെ മേളിന്ന് താഴേക്ക് വീണ് പൊട്ടിപ്പോയതാണോ?